ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഉഴുന്നുവടയാണ്. അപ്പോൾ ഇത് വെറുമൊരു ഉഴുന്നുവടയല്ല. ഞാൻ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉഴുന്നുവട ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നമ്മൾ ഒരിക്കലും ചായക്കടയിലെ ഉഴുന്നുവട തിരക്കി പോകത്തില്ല എന്ന് മാത്രമല്ല, പിന്നെ നമുക്ക് ചായക്കടയിലെ ഉഴുന്നുവട കഴിക്കാനേ തോന്നത്തില്ല. കാരണം അതിനേക്കാൾ അടിപൊളിയായിട്ടാണ് നമുക്ക് ഈ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ വീട്ടിൽ നല്ല മുരുമുരുത്ത ചൂട് ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ഒരു പുതിന ചമ്മന്തിയൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുമ്പോൾ ആഹാ, എന്താ ഒരു രസം! അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാനിവിടെ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് ഉഴുന്നെടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു 3-4 വട്ടം നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2.5-3 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. അപ്പോൾ 1.5 കപ്പ് ഉഴുന്നാണ് 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കുതിർത്ത് വെക്കേണ്ട, ഒരു 3 മണിക്കൂറോളം തന്നെ കുതിർത്ത് വെച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പം അരിച്ചെടുത്ത ഉഴുന്ന് നമുക്ക് ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ. ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഉഴുന്നോടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ അതാണ് നല്ലത്. ഇല്ല, മിക്സിയിൽ അരച്ചാലും നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വലിയ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഓവർലോഡ് ആയതാണ്, മിക്സിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരും. അതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ഒരുപാടൊന്നും അരഞ്ഞ് കിട്ടത്തില്ല, കുറച്ച് പീസായിട്ടൊക്കെ കിടക്കും. കാരണം അറിയാമല്ലോ, ഉഴുന്ന് അരയുമ്പോൾ കുറച്ച് കട്ടിയാവും. അപ്പോൾ അതൊന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് 2-3 തവണയായിട്ട് വേണം അതൊന്ന് അരച്ചെടുക്കാൻ. നിർത്തി വേണം നമ്മൾ അരയ്ക്കാൻ. അപ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൽ കൂടുതൽ ഒഴിക്കരുത്, ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ ഉഴുന്നുവട ശരിയാവത്തില്ല. അപ്പം വെള്ളം ഒട്ടും കൂടിപ്പോവാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ 2 സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അതുപോലെ ഒന്ന് അരച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉഴുന്ന് അരഞ്ഞ് വരുംതോറും കുറച്ച് കട്ടി ഇങ്ങനെ കൂടി വരും. അത് മൂവ് ചെയ്യാൻ കുറച്ച് പാടായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സി നിർത്തിയിട്ട് ഇതുപോലെ സ്പൂണിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ എല്ലാ ഭാഗവും നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പം ഇതിപ്പോൾ നന്നായിട്ട് ഉഴുന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് അരഞ്ഞ് കിട്ടാൻ. ഒരുപാട് വെള്ളം ആകരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവരുത്. ഇത്രയും തന്നെയാണ് കറക്റ്റ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉഴുന്നിരിക്കാൻ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉഴുന്നോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടുത്ത സെക്ഷൻ ഇട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സി ചൂടാവാതെ സൂക്ഷിക്കണം. കാരണം ഉഴുന്നായതുകൊണ്ട് കുറച്ച് നേരം എടുത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സി ഇടയ്ക്കൊന്ന് ചൂടാവുകയാണെങ്കിൽ ഒന്ന് നിർത്തി ഒന്ന് കൂളാവാൻ വെക്കണം. അങ്ങനെ നമ്മൾ 3 ബാച്ചായിട്ട് ഇട്ടിട്ട് ഫുള്ള് ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ട്. ഇനി ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മാവ് നമ്മൾ നന്നായിട്ട് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ട് പാടായിരിക്കും, ഒരു സ്പൂൺ കൊണ്ട് തന്നെയാണ് നല്ലത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി ഒരു ഫ്ലഫി ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് കിട്ടുക. നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയോ എന്നറിയാൻ നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഇട്ട് നോക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാലും ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ വറുത്ത അരിപ്പൊടിയാണ്, അപ്പോൾ 1 സ്പൂൺ ചേർത്താൽ മതി. അരിപ്പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഉഴുന്നുവട കട്ടിയാകും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തത്. അത് ഒരുപാട് പൊടിഞ്ഞു പോകരുത്. അപ്പോൾ ചെറിയ പീസായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത കുരുമുളക്, ഇത്രയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം കൂടി ഇട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉള്ളിയുടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ലൂസായി പോവും. അപ്പോൾ നമ്മൾ വട ഉണ്ടാക്കാൻ സമയത്ത് മാത്രം ഇതുപോലെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഇളക്കി കൊടുത്താൽ മതി. അരിപ്പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് പിന്നെ വെള്ളം കൂടി പോകത്തില്ല. കാരണം അരിപ്പൊടി അതങ്ങ് ബാലൻസ് ചെയ്തോളും. നമ്മുടെ ഉള്ളിയുടെ വെള്ളം ഇറങ്ങിയാലും അത് അരിപ്പൊടി അങ്ങ് ബാലൻസ് ചെയ്തോളും. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയ്ക്കുള്ള ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കയ്യിൽ ആദ്യം നന്നായിട്ട് വെള്ളം നനയ്ക്കണം. അതിന് ശേഷം ഇതുപോലെ ഒരു ബോൾ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി ഒന്ന് ഷേപ്പാക്കി എടുക്കണം. വെള്ളം നനയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. എന്നിട്ട് മറ്റേ കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് പരത്തി നടുക്കൊരു തുളയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ പരന്ന പോലെ ഇരിക്കുന്നെങ്കിലും അത് ഓയിലിലോട്ട് ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് വീർത്ത് നല്ല റൗണ്ട് ഷേപ്പിന് വന്നോളും. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ടിടാൻ പാടാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ എങ്ങാനും ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ മറുഭാഗത്ത് കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതുപോലെ ചെയ്ത് സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ കൈകൊണ്ടിടാൻ സൂക്ഷിച്ച് ചെയ്താൽ മതി. എനിക്കിപ്പോൾ കൈകൊണ്ടാണ് എളുപ്പം.
അങ്ങനെ ഞാനൊരു 4 ഉഴുന്നുവടയ്ക്കുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗം മാത്രം ബ്രൗൺ നിറമായിട്ട് ഉൾവശം വെന്ത് കിട്ടത്തില്ല. അപ്പം ഇടയ്ക്ക് നമുക്ക് ചൂട് കൂടുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് 2 സൈഡും നല്ലതുപോലെ ആ ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ, ബ്രൗൺ നിറം ആകേണ്ട ഒരു ഗോൾഡൻ കളർ, നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഷേപ്പിലും കിട്ടിയിട്ടുണ്ട്. അതേപോലെ പെർഫെക്റ്റ് ആണിത്. നല്ല ക്രിസ്പിയാണ്. പുറം ഭാഗം നല്ല മുരുമുരായിരിക്കും, ഉൾവശം നല്ല സോഫ്റ്റാണ്. നന്നായിട്ട് ഉൾവശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന പുതിന ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. അപ്പം കുറച്ച് പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പിടി പുതിന ഇട്ട് കൊടുത്തു. അതേപോലെ 2 ചെറിയ പിടി തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 5-6 ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ചൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് പുതിന ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ മുളക്, അതൊരു 2 മുളക് 3 മുളകൊക്കെ ഇടാം. ഞാനിവിടെ മോനും മോൾക്കും ഒക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുളകേ ഇട്ടിട്ടുള്ളൂ. എരി കൂടിയാൽ അവർ കഴിക്കത്തില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചമ്മന്തിക്ക് ചെറിയൊരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി തൈരോ അല്ലെങ്കിൽ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വട കഴിക്കുമ്പോൾ ഒരു ചെറിയ പുളിപ്പും കൂടി ഉള്ളത് ഒരു പ്രത്യേക രസമാണ്. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പുതിന ചമ്മന്തി റെഡിയായി. അങ്ങനെ നമ്മൾ വടയെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. പുതിന ചമ്മന്തി റെഡിയായി. അപ്പം ഞാൻ കുറച്ച് കുഞ്ഞ് ഉഴുന്നുവടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മോള് വന്ന് പ്രത്യേകം പറഞ്ഞതാണ്, അവൾക്ക് ചെറിയ ഉഴുന്നുവട വേണം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് കുഞ്ഞ് ഉഴുന്നുവടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ 1.5 കപ്പ് ഉഴുന്നെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഉഴുന്നുവട ഒരു 12-13 ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെറിയ ഉഴുന്നുവടയും കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് എണ്ണം കൂടുതലാണ്. അപ്പോൾ നല്ല അടിപൊളി ഉഴുന്നുവടയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വട്ടമെങ്കിലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.